it's me Sri and welcome to my goodie vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈസ് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ഗേൾസ്. അപ്പോൾ ഗേൾസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, പക്ഷേ ഇറ്റ് യൂഷ്വലി ഗോസ് അൺനോട്ടിസ്ഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടോപ്പിക്കിൻ്റെ പേര് ഈസ് പിങ്ക് ടാക്സ്. കണ്ടില്ലേ, ഞാൻ പിങ്ക് മെറ്റേണിറ്റി വെയർ ഒക്കെ ഇട്ട് വന്നേക്കുന്നത്. അപ്പോൾ വെറുതെ എടുത്തിട്ടതാണ്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മൾ യൂഷ്വലി കേൾക്കുന്ന ഒരു സംഭവമാണ്, പിങ്ക് ഈസ് ഫോർ ഗേൾസ് ആൻഡ് ബ്ലൂ ഈസ് ഫോർ ബോയ്സ് എന്നൊക്കെ. അപ്പോൾ ആരുണ്ടാക്കിയ സംഭവമൊന്നും അറിയില്ല, പക്ഷെ എന്നാലും പൊതുവേ ഉള്ളൊരു വലിവ് അങ്ങനെയാണ്. പിങ്ക് എന്ന് പറയുമ്പോഴത്തേനും ഗേളിഷ് ആണ്, ബ്ലൂ എന്ന് പറയുമ്പോഴത്തേനും ബോയ്സ് ആണെന്നൊക്കെ. അപ്പോൾ ഈ പിങ്ക് ടാക്സ് എന്താണെന്നാണ് ഇന്നത്തെ നമ്മളെ ചർച്ചാ വിഷയം. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് കേട്ടൊരു സംഭവമാണ്. നമ്മളിപ്പോൾ ഒരു കസിൻസ് ഒക്കെ കൂടി ഇരുന്നപ്പോൾ വന്ന കോൺവെർസേഷനിൽ ഉള്ള ഒരു സംഭവമാണ്. സോ നമ്മുടെ ഈ പിങ്കിനോടുള്ള ഇഷ്ടത്തിനെ പല കമ്പനീസും എടുത്ത് മുതലാക്കും. അവരവരുടെ ഒരു കമ്പനി സ്ട്രാറ്റജി ആക്കിയിട്ട് മാറ്റും. അപ്പോൾ യൂഷ്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെയിം കമ്പനിക്ക് തന്നെ മെൻ പ്രൊഡക്ട്സിൻ്റെ ആയിരിക്കും, വുമൻസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. ചിലപ്പോൾ അതെല്ലാം ഐഡൻറ്റിക്കൽ ആയിരിക്കും, കുറച്ച് അങ്ങോട്ട് വ്യത്യാസങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ എക്സാക്ട് സെയിം ഇൻഗ്രീഡിയൻസ്, എക്സാക്ട് സെയിം സംഭവം വെച്ചിട്ടുള്ള സെയിം പ്രൊഡക്ട്സ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വുമണിൻ്റെ പ്രൊഡക്ട്സിനായിരിക്കും എപ്പോഴും മെൻ പ്രൊഡക്ട്സിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ റേറ്റ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചിലതിൽ ക്വാണ്ടിറ്റി കുറവായിരിക്കും, മെൻ പ്രൊഡക്ട്സിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. പക്ഷെ ഗേൾസിൻ്റെ പ്രൊഡക്ട്സ് എടുത്ത് നോക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കും. അതിലുള്ള എമൗണ്ടിലും വ്യത്യാസം വരും. എപ്പോഴും ഗേൾ പ്രൊഡക്ട്സിനായിരിക്കും കുറച്ച് പൈസ കൂടുതൽ. അപ്പോൾ യൂഷ്വലി എന്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതാരും ശ്രദ്ധിക്കാറില്ല. ഇതെല്ലാം അൺനോട്ടീസ് ചെയ്ത് പോയിട്ട് നമ്മൾ പോയി സാധനം യൂഷ്വലി വാങ്ങിക്കും. അപ്പോൾ ഇതിനെ കമ്പനിക്കാരെന്ത് ചെയ്യും, വീണ്ടും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്നൊരു സംഭവമാണ് ഈ പിങ്ക് ടാക്സ് എന്ന് പറയുന്നത്. ഇത് ഒട്ടുമിക്ക പ്രൊഡക്ട്സിലും ഉള്ളതാണ് അതിൻ്റെ കോമഡി. അതായത് റേസേഴ്സ് ആയിക്കോട്ടെ, ക്ലോത്തിങ്സ് ആയിക്കോട്ടെ, ഷാംപൂസ് ആയിക്കോട്ടെ, ടോയ്സ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ബേബി പ്രൊഡക്ട്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട, അത് മൊത്തത്തിലൊരു പിങ്കിൻ്റെ ഒരു മയമാണ്. അപ്പോൾ ആൾക്കാരിത് നോക്കാണ്ട് എന്ത് ചെയ്യും, പോയി സാധനം വാങ്ങിക്കും. പക്ഷെ അതിൻ്റെ റേറ്റ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് പൊതുവെ ആരും നോട്ടീസ് ചെയ്യാറില്ല, പൊതുവെ അതിനെപ്പറ്റി ആർക്കും വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞൊരു വീഡിയോ ഇടാന്ന്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഗൂഗിളിൽ കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇതേ പറഞ്ഞ പോലെ ചുമ്മാ ChatGPT ചാറ്റിനോട് ചോദിച്ചാലും മതി വാട്ട് ഇസ് പിങ്ക് ടാക്സ്. അപ്പോൾ മൂപ്പര് പറഞ്ഞുതരും. അപ്പോൾ നിങ്ങളിതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള വ്യൂസ് എന്തൊക്കെയാണ്, കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ ബൈ ഫോർ പിങ്ക് എന്നല്ല, ബിവെയർ ഓഫ് പിങ്ക്.